സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ശബരിമലയിൽ ആഗോള അയ്യപ്പ സമ്മേളനം നടത്താൻ പോവുകയാണ്. സെപ്റ്റംബർ 3-ാം വാരം. ഇതിൽ വലിയ വിവാദങ്ങളും ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സമ്മേളനം ഒക്കെ നല്ലത് തന്നെയാണ്. ശബരിമലയുടെ പേരും പെരുമയും ഒക്കെ മറ്റ് പലയിടങ്ങളിലേക്കും എത്തിക്കുക എന്നാണ് ലക്ഷ്യമെന്ന് സർക്കാർ പറയുന്നു. പക്ഷെ സർക്കാരിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പേരും പെരുമയും ഒക്കെ അല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോലും ശബരിമലയുടെ പെരുമ കടന്നു ചെന്നിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ കേട്ടറിഞ്ഞവരൊക്കെ തന്നെ ശബരിമലയിലേക്ക് ഭക്തിപൂർവം എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ 75-ാം വർഷവും ഒക്കെ കൂടി ചേർന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അയ്യപ്പ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. പക്ഷെ ഇതിന് മേൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട്. ഈ ശബരിമലയിലേക്ക് അയ്യപ്പ സമ്മേളനം നടത്തുമ്പോൾ അതിന് വേണ്ടതായ ചില, അതായത് ശബരിമലയ്ക്ക് വേണ്ടതായ ചില പല പദ്ധതികളും പലരും മുമ്പോട്ട് വെച്ചിട്ടുള്ളതും നടപ്പാകാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇതുവരെയും നടപ്പിലാക്കാനും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ശബരി റെയിൽപാത തന്നെ പറയാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണത് റെയിൽവേ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് ശബരി റെയിൽപാത. അതായത് അങ്കമാലിയിലും തുടങ്ങി എരുമേലിയിൽ വന്ന് അവസാനിക്കുക. എരുമേലിയിൽ നിന്ന് പിന്നെയും പോകണം, ഒരു 48-50 കിലോമീറ്റർ വരെ പോകണം പമ്പയിലെത്താൻ. അപ്പോൾ എരുമേലി വരെ കൊണ്ട് അവസാനിക്കുന്ന ആ പാതയ്ക്ക് ശബരി റെയിൽപാത എന്നാണ് പേരും കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഭക്തർക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ 50 കിലോമീറ്റർ പോകണമെന്നുള്ളതാണ്. ഇനി എരുമേലിക്ക് സമീപമുള്ള ചെറുവള്ളി എസ്റ്റേറ്റിനോട് ചേർന്ന് വിമാനത്താവളം വന്നാലും അവിടെ നിന്ന് വീണ്ടും 45 കിലോമീറ്റർ വരെ പോകണം പമ്പയിൽ എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോഴും അതിനും ശബരിമല വിമാനത്താവളം എന്നാണ് പേര് കൊടുക്കുന്നത്. അതൊക്കെ ആയിക്കൊള്ളട്ടെ. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോജക്റ്റാണ് മെട്രോമാൻ ശ്രീധരൻ നിർദ്ദേശിച്ചത്. അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ ട്രെയിൻ മാർഗം എത്തുമ്പോൾ അവർ ചെങ്ങന്നൂരിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ചെങ്ങന്നൂരിൽ നിന്ന് ഇപ്പോൾ പമ്പയിലേക്ക് പോകുന്നത് KSRTC അതിന് വേണ്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് ശബരിമല വരെ പോവുകയാണെങ്കിൽ ഏതാണ്ട് 2.5 മണിക്കൂർ എടുക്കും. തീർത്ഥാടന കാലമാണെന്നുണ്ടെങ്കിൽ അത് 3.5-4 മണിക്കൂർ വരെ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതിന് മെട്രോമാൻ ശ്രീധരൻ നിർദ്ദേശിച്ചത് അവിടെ നിന്ന് ഒരു ആകാശപാത വഴി പോകുമ്പോൾ വലിയ സ്ഥലമെടുപ്പ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. ആ ചെങ്ങന്നൂരിൽ നിന്ന് വിട്ടാൽ പിന്നീട് ആറന്മുള, കോഴഞ്ചേരി, ഇങ്ങനെ പത്തനംതിട്ട വഴി അങ്ങ് മാടമൺ, പെരുന്നാട് വഴി കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പമ്പയുടെ തീരത്തുകൂടി പമ്പയിൽ എത്തിച്ചേരുക. ഒരു 50 മിനിറ്റ് കൊണ്ട്, കഷ്ടി 50 മിനിറ്റ് കൊണ്ട് പമ്പയിൽ എത്തിച്ചേരാം. അപ്പോൾ ട്രെയിൻ മാർഗം എത്തുന്ന ഭക്തർക്ക് 50 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുന്നു. അവിടെ നിന്ന് പിന്നീട് 1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ നടന്ന് സന്നിധാനത്തെത്തുന്നു. ദർശനം നടത്ത് സുഖമായി തന്നെ തിരിച്ചും പോകാവുന്ന രീതിയാണ്. ആ പദ്ധതി മുമ്പോട്ട് വെച്ചിട്ട് പോലും സർക്കാരിന് ഇതൊന്നും ചെവിക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാതെ, അതുപോലെ തന്നെ ഹരിവരാസനം പദ്ധതി ഒക്കെ മുമ്പോട്ട് വന്നിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചെയ്തു തീർക്കാതെ, അതിൻ്റെ പ്രാരംഭ കാര്യങ്ങളിലേക്ക് പോലും പോകാതെ ഈ അയ്യപ്പ സമ്മേളനം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം, ഈ അയ്യപ്പ സമ്മേളനം നടക്കാൻ പോകുന്നത് പമ്പയിൽ വെച്ചാണ് നടത്തുന്നത്. ഈ പമ്പയിൽ ഗണപതി ക്ഷേത്രമുണ്ട്, ഹനുമാൻ ക്ഷേത്രമുണ്ട്, ശ്രീരാമക്ഷേത്രം ഒക്കെ ഉണ്ട്. പമ്പയിൽ നിത്യപൂജയുണ്ട്. പമ്പയിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ടേക്ക് തീർത്ഥാടന കാലം അല്ലാതെ നട തുറന്നിരിക്കുന്ന അല്ലാത്ത സമയങ്ങളിൽ ആരെയും കടത്തി വിടില്ല. പമ്പ വരെ ആർക്കും എപ്പോഴും പോകാം.
കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്ന് KSRTC സൗകര്യവുമുണ്ട്. അവിടെ പമ്പയിൽ പോലീസ് സ്റ്റേഷനുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, എല്ലാ വകുപ്പുകളും പ്രവർത്തിക്കുന്നുമുണ്ട്. ശബരിമലയിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ പമ്പയിൽ വെച്ചാണ് ഈ അയ്യപ്പ സമ്മേളനം നടത്തുന്നത്. പമ്പയിൽ വരെ എല്ലാവർക്കും എത്താം, സ്ത്രീകൾക്കും എത്താം, യുവതികൾക്കൊക്കെ അവിടെ എത്താം. 10 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ ഉള്ളവർക്ക് മാത്രമാണ് അവിടേക്കുള്ള പ്രവേശം നിഷേധിച്ചിരിക്കുന്നത്. അത് ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ പമ്പ വരെ ഏവർക്കും എത്താവുന്നതാണ്. അപ്പോൾ ഈ അയ്യപ്പ സമ്മേളനം പമ്പയിൽ നടത്താൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ശബരിമല യുവതീ പ്രവേശ സമയത്ത് നമ്മുടെ ഭരണാധികാരികളും CPMകാരും എല്ലാം കൂടെ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന് ഇറക്കിയ ഒരു യുവതി ഉണ്ടല്ലോ, ബിന്ദു അമ്മണിയെ വീണ്ടും കൊണ്ടിറക്കാൻ പോകുന്നു. പമ്പ വരെ യുവതികൾക്ക് പ്രവേശമുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് ആരും തടയുകയുമില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് വീണ്ടും ശബരിമലയിലേക്ക് എന്നും പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്, ശബരിമല അത് കാനന ക്ഷേത്രമാണ്. ലാഹ കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ പൂങ്കാവനം ആരംഭിക്കുകയാണ്. 18 മലകളാണ് ശബരിമല ആ കാനനത്തിൽ ഉള്ളത്. 18 മലകളിൽ ഒന്നാണ് ശബരിമല. 18 മലകളുടെ അധിപനായിട്ടാണ് അയ്യപ്പൻ അവിടെ കഴിയുന്നത്. അപ്പോൾ ഈ പൂങ്കാവനമാകെ തന്നെ ഒരു ഭക്തി നിർഭരമാണ്. പമ്പയിൽ വരെ യുവതികൾക്ക് പ്രവേശിക്കാം. അപ്പൊ അങ്ങനെയുള്ള പമ്പ മണൽത്തിട്ടയിൽ വെച്ച് ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബിന്ദു അമ്മണിയെ അവിടെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഇപ്പോഴത്തുള്ള ഭരണാധികാരികളും അന്ന് ആരൊക്കെയാണോ കൊണ്ടുവരാൻ ശ്രമിച്ചതും കൊണ്ടുവന്നതുമായിട്ടുള്ളവർ, ഇതിന് പിന്നിലുള്ളവർ അവരൊക്കെ തന്നെ വീണ്ടും വരുന്നു. അവരാണ് ബിന്ദു അമ്മണിയെ കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിച്ചത്, ഞാനും ശബരിമലയിലേക്ക് വരുന്നുണ്ട്, അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. ശബരിമലയെക്കുറിച്ച് എന്തറിയാം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവർക്ക് ഇതൊരു കൂലിക്കാരിയായിട്ട് ശബരിമലയിൽ കൊണ്ടുവന്നിറക്കിയതാണ്. ശബരിമലയുടെ വിശുദ്ധിയെ തകർത്ത ഭരണാധികാരി ഒക്കെ തന്നെ നമുക്കിവിടെ ഉണ്ട്. പിണറായി വിജയൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പോവുകയുള്ളൂ എന്നുള്ളതാണ് പലരും പഴമക്കാർ പറയുന്നത് തന്നെ. അപ്പൊ എന്തായാലും അയ്യപ്പ സമ്മേളനത്തിന്റെ പേരിൽ പമ്പയിൽ ഒന്നുകൂടെ എത്തിക്കുക. അപ്പോൾ ചില കാര്യങ്ങളെ ലംഘിച്ചുകൊണ്ട് ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുന്നു, നവോത്ഥാന നായികയായിട്ട് വരുന്നു. അപ്പൊ കേരളത്തിലെ ഒരു നവോത്ഥാന നായികയായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ ബിന്ദു അമ്മണി. ചിലപ്പോൾ ഇതിനെ ചൊല്ലി ഇനിയും അവിടെ ചിലപ്പോൾ ഈ അയ്യപ്പ സമ്മേളനം നടത്തുമ്പോൾ നവോത്ഥാന മതിലും കൂടി ചിലപ്പോൾ പിണറായി വിജയൻ കെട്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അയ്യപ്പ സമ്മേളനത്തില് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരൊക്കെ എത്തുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. ശബരിമലയുടെ പേരും പെരുമയും ഭക്തരുടെ ഒരു സംഗമവും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് ബിന്ദു അമ്മണിയെ ഒരിക്കൽ കൂടി കൊണ്ടുവരാനുള്ളതിൻ്റെ നീക്കമായിട്ടാണോ നമ്മൾക്ക് വായിച്ചെടുക്കേണ്ടത്?